നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഈ മാധ്യമങ്ങളില് ഈ പാവം ഫറൂഖിനെ പോലൊക്കെ ഉള്ളവർ വന്നിരുന്ന് പറയുന്നതല്ലാതെ നമ്മൾ പബ്ലിക്കിൽ തെരുവിൽ ഇവരുടെ പ്രസൻസ് പോലും ഇല്ലെന്ന് ഒരിടത്തും ഇല്ല. ഇവർക്ക് ആ സമരവീര്യം ഇവരിൽ ഉണ്ടായിരുന്നുവെങ്കിൽ അത് പൂർവാധികം ശക്തിയോടുകൂടി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കാണേണ്ടതല്ലേ? ഇല്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇവരെ ഈ CPM-നെ നാടകം, കോമാളികൾ ഇതൊക്കെ പറഞ്ഞ് പരിഹസിക്കും. അവർക്കത് വിഷയമല്ല. അവർ കോമാളി വേഷം കെട്ടുന്നുണ്ട്. അത് മാത്രമല്ല, ഒരു വനിതാ മന്ത്രിയെ കയ്യേറ്റം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് സമൂഹത്തിൽ മറ്റൊരു രീതിയിൽ നറേറ്റീവ് ഉണ്ടാക്കുവാനും CPM-ന് കഴിഞ്ഞിട്ടുണ്ട്. അതിലും അവർ ഒരു പരിധി വരെ വിജയിച്ചിട്ടുണ്ട്, അല്ലെ? ഉണ്ട്. അവരുടെ ഉദ്ദേശത്തിൽ, അവരുടെ അജണ്ടയിൽ CPM വിജയിച്ചിട്ടുണ്ട്. അതാണ് അതിന്റെ വാസ്തവം. ഞാൻ പറഞ്ഞല്ലേ, ഇതുപോലുള്ള ഫറൂഖിനെ പോലെയുള്ള പാവ ചെറുപ്പക്കാർ പറയുന്നതല്ലാതെ. അത് മാത്രമല്ല, ശരി, മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഈ പറയുന്ന ആശുപത്രി ICU-വിൽ സെൽഫി എടുത്തതും അതുപോലെ തന്നെ രാവിലെ ICU-വിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തതും ഇത്രയും കിലോമീറ്റർ ദൂരം തിരുവനന്തപുരത്തേക്ക് കാറിൽ പോയതുമൊക്കെ, ഇതൊക്കെ സോഷ്യൽ മീഡിയ ഏറ്റെടുത്ത് കുറെ പരിഹാസങ്ങൾ മന്ത്രിക്കെതിരെ പറയുന്നുണ്ടെങ്കിലും അവിടെയും കോൺഗ്രസ് നേതൃത്വമൊക്കെ മടിച്ചു നിൽക്കുകയാണ്. എങ്ങാനും ഞങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതൽ പരിഹാസ്യമായി പോകുമോ, ഒരു വനിതാ മന്ത്രിക്ക് നേരെയല്ലേ ഇങ്ങനെ പറയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവരും ഒരു ഡബിൾ മൈൻഡിൽ നിൽക്കുകയാണ് ഇപ്പോൾ. എന്താ മഞ്ജുഷേ പറയുന്നത്? ഷാബു, അതെ, അതായത് ആലോചിച്ച് നോക്ക്. 14 മണിക്കൂർ, വെളുപ്പിനെ 4 മണിക്ക് ഒരു ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഡിസ്ചാർജ് നമ്മൾ കേൾവിയുണ്ടോ ഈ നാട്ടില്? വെളുപ്പിനെ 4 മണിക്ക് ഒരു മെഡിക്കൽ കോളേജിൽ, അതും ICU-ന്ന് ഡയറക്റ്റ് ഡിസ്ചാർജ് കേൾവിയുണ്ടോ മഞ്ജുഷേ? ICU-ന്ന് ഡയറക്റ്റ് ഡിസ്ചാർജ് ഉണ്ടോ? കേട്ടിട്ടുണ്ടോ? ICU-ന്ന് വാർഡിലേക്കോ റൂമിലേക്കോ മാറ്റി ഒബ്സർവേഷൻ ഒക്കെ കഴിഞ്ഞ് നോർമലായി. ഇതാണ് ഹോസ്പിറ്റലിന്റെ പ്രൊസീജിയർ. അതേപോലെ ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്യും. ഇപ്പോഴത്തേക്ക് 14-15 മണിക്കൂർ കഴിഞ്ഞു. ഈ മന്ത്രി എവിടെ പോയെന്ന് ഒരു പിടിയില്ല. അതൊരു ചോദ്യമാണ്. മന്ത്രി എവിടെ പോയി എന്നുള്ള ചോദ്യം അവശേഷിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് റഫർ ചെയ്തു എന്നുള്ളതായിരുന്നു രാവിലത്തെ റിപ്പോർട്ടുകൾ. പക്ഷെ മന്ത്രി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുമില്ല. മന്ത്രി എവിടെ? ആരോഗ്യമന്ത്രി എവിടെ? ഡോക്ടർ B. ജയരാജ്.